بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. النفس تبكي على الدنيا وقد علمت إن السلامة فيها ترك ما فيها. لا دار للمرء بعد الموت يسكنها إلا التي كان قبل الموت بانيها. فإن بناها بخير طاب مسكنها وإن بناها بشر خاب بانيها. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ഇഹലോക ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും ലോകത്തിൻ്റെ നാഥൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുവാനും
മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രവാസ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നു. ലോകത്തിൻ്റെ ഏത് മേഖലകൾ നോക്കിയാലും എവിടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഭരണകർത്താക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഭരണീയരെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയും അസമത്വവും വർഗീയമായ ചിന്താഗതികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ മുമ്പിൽ ഇന്ന് വലിയ ചിന്തയായി, വലിയ ചോദ്യചിഹ്നമായി നിലകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്താണ് കുറച്ചെങ്കിലും ചിരിക്കാനും അതിനേക്കാൾ ഉപരിയായി ചിന്തിക്കാനും ഉതകുന്ന ഒരു സംഭവ വികാസം കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടത്. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയതൊന്നും ഒരൊറ്റ രാത്രി കൊണ്ട് അതിനൊരു പേപ്പറിൻ്റെ വില മാത്രമായി കേട്ടതും അതിനെ തുടർന്നുണ്ടായ പല സംഭവങ്ങളും പല ഹാസ്യങ്ങളും നമ്മൾ ഇപ്പോഴും നമ്മുടെ സംസാര വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാത്രി മുതൽ നിങ്ങളൊക്കെയും സമ്പാദിച്ചു വച്ച 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾക്ക് ഇന്ന് രാത്രി മുതൽ അതിന് വിലയില്ല. ഇനി അങ്ങോട്ട് പുതിയ നോട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾക്ക് ഇനി വിലയില്ല എന്നൊരു പ്രസ്താവന ഇറക്കിയതോടുകൂടി ജനം മുഴുവൻ അസ്വസ്ഥരായി. നാട്ടിൽ നിന്ന് ആ വിവരം കേട്ട നമ്മളും ഇവിടെ അസ്വസ്ഥരായി. പലരും തലേ ദിവസങ്ങൾ പോലും അല്ലെങ്കിൽ അന്നേ ദിവസം പോലും നാട്ടിലേക്ക് പണമയച്ച പലരും ആശങ്കയിലായി. എൻ്റെ പണം ഇനി എന്തു ചെയ്യും? നമ്മുടെ പണത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ അസ്വസ്ഥരായി. ഇത്തരത്തിലൊരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ മീഡിയ റേറ്റിംഗുകൾ കൂട്ടാൻ മാധ്യമങ്ങളും ചാനലുകളും മത്സരിച്ചോടിയപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പ് പോലുമുള്ള സോഷ്യൽ മീഡിയകളിൽ പലരും തിമിർത്താടി പല രൂപത്തിലുള്ള ട്രോളുകളും കോമഡികളുമായി അന്നേ തലേ ദിവസം വരെ ഉപയോഗിച്ചിരുന്ന ആ നോട്ടുകെട്ടുകൾക്ക് പലപ്പോഴും വളരെ ചീഞ്ഞ, വളരെ ചീത്തയായ വില കുറച്ചുകൊണ്ട് കാണിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഞാൻ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികൾ എന്ന നിലക്ക്, വിശ്വാസിനികൾ എന്ന നിലക്ക്, മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു തമാശയായോ ഒരു രാജ്യത്തിൻ്റെ നിയമമായോ കാണേണ്ട ഒന്നല്ല. മറിച്ച് അതോടൊപ്പം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് പേപ്പറിന്റെ വാല്യൂ പോലും, ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു പേപ്പറാണെങ്കിൽ അതിന് എഴുതാനെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനുപോലും പറ്റാത്ത രൂപത്തിലേക്ക് പലപ്പോഴും നമ്മുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു പോവുകയും അതിൻ്റെ വില, അതിൻ്റെ വാല്യൂ തകർന്നടിയുകയും ചെയ്തപ്പോൾ, അത് നിഷ്ഫലമാക്കി കളഞ്ഞപ്പോൾ എത്രത്തോളം നമ്മൾ അസ്വസ്ഥരായി. ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഈ അസ്വസ്ഥതയെങ്കിൽ, ദുനിയാവാണ് നമുക്കെല്ലാം, ദുനിയാവിന് വേണ്ടിയാണ്, ദുനിയാവിൻ്റെ സുഖലോലുപതകൾക്കും ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. നമ്മുടെ മനസ്സിൽ സദാസമയവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം കേവലം ദുനിയാവിനെ കുറിച്ച് മാത്രമായി പോയി
അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. ബാങ്കുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന സമൂഹത്തിന്റെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മൾ മനസ്സിലാക്കണം, ഇത്തരത്തിലൊരവസ്ഥ സമൂഹത്തിന് കടന്നു വരാനുണ്ടെന്ന്. നമ്മളെക്കാൾ നമ്മളെ സ്നേഹിച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ ജീവിച്ച ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയി. ഒരവസ്ഥ വരാനുണ്ട്. ഖിയാമത്ത് നാളോടടുക്കുന്ന സന്ദർഭത്തില് ലോകത്തിന്റെ ജനതകൾക്ക് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും കടന്നു വരാനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിന്, തന്റെ ജനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിപ്പോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്ന ദുന്യാ ഹലിറൻ ഉഹ്ലുവൻ, ഈ ദുനിയാവ് എന്നുള്ളത് വളരെ മധുരമുള്ളതാണ്, നല്ല പച്ചപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുനിയാവിനെ പേടിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ ദുനിയാവിന്റെ സുഖലോലുപതകൾക്ക് അവർക്ക് മുന്നിൽ തുറന്നു വെച്ചപ്പോ അവർ നശിച്ചുപോയി. അവർ നഷ്ടപ്പെടാൻ, അവർ നഷ്ടക്കാരായി തീരാൻ കാരണമായത് സമ്പത്തായിരുന്നു, ദുനിയാവിന്റെ പച്ചപ്പായിരുന്നു, ദുനിയാവിന്റെ മാധുര്യമായിരുന്നു. അവരൊക്കെ നഷ്ടപ്പെടാൻ, അവർ നഷ്ടക്കാരായി മാറാൻ കാരണമായത്. അതുകൊണ്ട് ഫത്തഖുദ്ദുന്യ, നിങ്ങൾ ദുനിയാവിനെ പേടിക്കണം, ദുനിയാവിനെ സൂക്ഷിക്കണം. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു വെച്ചല്ലോ, വല്ലാഹു മൽ ഫഖറു അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും മൻ തബ്സുത അലൈക്കുമുദ് ദുനിയാ കമാ ബുസിതത് അലാ മിൻ ഖബ്ലിക്കും ഫതനാഫസുഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ഉമ്മത്തെ, മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ മേലിൽ ഞാൻ ദാരിദ്ര്യം പേടിക്കുന്നില്ല. എൻ്റെ സമൂഹം, എൻ്റെ കാലശേഷം എൻ്റെ സമൂഹത്തിന് ദാരിദ്ര്യം വന്നുകൊണ്ട്, പട്ടിണി വന്നുകൊണ്ട്, ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ആ രൂപത്തിൽ എൻ്റെ സമൂഹം പ്രയാസപ്പെടുമെന്ന് ഞാനൊരിക്കലും പേടിക്കുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. വലാകിൻ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നത്, നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്ന കാര്യം എന്തെന്നറിയണോ? അൻ തബ്സുത അലൈക്കുമുദ് ദുനിയാ വസീനതഹാ, നിങ്ങളുടെ മേൽ ദുനിയാവിന്റെ എല്ലാ സുഖലോലുപതകളും അതിൻ്റെ എല്ലാ ആഡംബരങ്ങളും നിങ്ങൾക്ക് മേൽ തുറന്നു വെക്കപ്പെടുന്നത്, അതിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത്, അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾ ചെന്നിറങ്ങുന്നത്, അതാണ് ഞാൻ പേടിച്ചു പോകുന്നത്. കാരണം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് വന്നുപോയതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് നഷ്ടക്കാരായി തീർന്നതും അവരുടെ സമൂഹങ്ങൾ നഷ്ടപ്പെട്ടു പോയതും ഈ ദുനിയാവിന്റെ സുഖലോലുപതകളിലേക്ക് ഒതുങ്ങിയത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ഞാൻ ഭയക്കുന്നത് ഈ ദാരിദ്ര്യമല്ല, മറിച്ച് ദുനിയാവിന്റെ വിഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്നതാണ്. ദുനിയാവിന്റെ സുഖലോലുപതകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ ഭയക്കുന്നതെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചു. ഇന്ന് ആ പ്രവാചകന്റെ വാക്കുകൾ അത് പുലർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ ഏതെല്ലാം രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും സുഖലോലുപതകളും കിട്ടാനുണ്ടോ, എല്ലാം നമ്മുടെ മുന്നിൽ ഇന്ന് തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇനിയൊന്നും വരാനില്ല. ഇനി വരുന്നതിനെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിപ്ലവങ്ങളാണ് ഇനി ആ രൂപത്തിലേക്ക് കടന്നു വരാനുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ എത്രത്തോളം വലുതാണ്, എത്ര വലുതാണ് അവയൊക്കെ. പക്ഷേ അത്തരത്തിലുള്ള ദുനിയാവിൻ്റെ സൗകര്യങ്ങളോടും ദുനിയാവിൻ്റെ ആ രൂപത്തിലുള്ള പ്രലോഭനങ്ങളോടും നമ്മൾ വല്ലാതെ അടുത്തുപോയി. നമുക്ക് തൃപ്തി വരുന്നത് ഈ രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും കിട്ടുമ്പോൾ, അതാസ്വദിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സുകൾ തൃപ്തരാകുന്നത്. ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹവും ഇന്ന് അധപതിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ പേരിലാണ് നമ്മുടെ സ്നേഹം, അതിൻ്റെ പേരിലാണ് നമ്മുടെ വ്യാപാര വ്യവസായ ബന്ധങ്ങളെല്ലാം.
അതിൻ്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നു, അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഇടയുന്നു, തമ്മിൽ പിരിയുന്നു, അതിൻ്റെ പേരിൽ നമ്മൾ കോപിക്കുന്നു, അതിൻ്റെ പേരിൽ കൂടിച്ചേരുന്നു, വിട്ടുപിരിയുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയെത്ര കുടുംബ ബന്ധങ്ങളാ, എത്രയെത്ര സഹോദര ബന്ധങ്ങളാ, എത്രയെത്ര രക്തബന്ധങ്ങളാ ഇതിൻ്റെ പേരിൽ ചിതറപ്പെട്ടത്. ബാപ്പയും മകനും തമ്മിലടിച്ചു, സഹോദരങ്ങൾ തമ്മിൽ വാക്കേറ്റമായി, വക്കാണമായി, ചെറിയ ചെറിയ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സമൂഹവും ഇന്ന് ചിതറിയോടി. ഈ ദുനിയാവ് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ബാപ്പയും മക്കളും പോലും, ജ്യേഷ്ഠനും അനുജനും സഹോദരനും സഹോദരിയും തിരിഞ്ഞു നോക്കാത്ത, ആശുപത്രിയിൽ അറ്റാക്ക് വന്ന് ICUയിൽ കടന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത രൂപത്തിലേക്ക്, അഥവാ തൻ്റെ സഹോദരൻ മരണമാസന്നമായി കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത രൂപത്തിലേക്ക് സമ്പത്ത് നമ്മുടെ മനസ്സുകളെ കടുപ്പിച്ചു കളഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രയാണ് ഇതിൻ്റെ ഗൗരവം? ഈ ദുനിയാവ് എത്ര തുച്ഛമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ദുനിയാവ് എത്ര നിസ്സാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം എന്നിലും നിങ്ങളിലും കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലെ ചിന്തകളെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ നമുക്ക് ചില താക്കീതുകൾ, ചില നിർദ്ദേശങ്ങൾ തന്നുപോയിട്ടുണ്ട്. അവയിലേക്കൊന്ന് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. കാരണം എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ്, അതിനോടുള്ള ആ ഒരു ശഹ്വത്ത്, അതിനോടുള്ള അധിനിവേശം, അതിനോടുള്ള ഭ്രമം എന്നിലേക്ക് വന്നിട്ടുണ്ടോ? ചില അടയാളങ്ങൾ നമുക്ക് പരിശോധനക്ക് വിധേയമാക്കണം. അവിടെയാണ് ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ? വമിൻ അലാമാത്തി ഹുബ്ബുദ്ദുനിയ, ഈ ദുനിയാവിനോടുള്ള അമിത സ്നേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്നുള്ളത്, ഞാൻ സ്വീകരിക്കുന്ന, ഞാൻ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തിൽ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ഞാൻ പരിശോധിക്കാത്ത, ആ മാനദണ്ഡങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ മറച്ചു വെക്കുന്ന, അതിന് യാതൊരു പരിഗണനയും കൊടുക്കാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോ സഹോദര, ഉറപ്പിച്ചോ സഹോദരി, എന്നിലേക്കും നിങ്ങളിലേക്കും ഈ ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം കടന്നു വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, ലയതി അലന്നാസി സമാനുൻ, എന്റെ സമൂഹത്തിന് മേലൊരു കാലം കടന്നു വരാനുണ്ട്. എന്താ കാലത്തിന്റെ പ്രത്യേകത? ലാ യുവാലിൽ മർഉ മിമ്മാ അഖദൽ മാലു അമിൻ ഹലാലിൻ അമിൻ ഹറാം, താൻ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്ത് ഹലാലാണോ അതല്ല ഹറാമാണോ എന്ന് മനുഷ്യൻ പരിഗണിക്കാത്ത ഒരു കാലം വരാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ, ആ പ്രവാചകന്റെ സ്വഹാബികളുടെ ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഹലാലിലും ഹറാമിനും കൃത്യമായ പരിഗണനകൾ വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പുത്രൻ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയ കാരക്ക കൂട്ടത്തിൽ നിന്നൊരു കാരക്കയുടെ ചീളെടുത്ത് വായിലേക്ക് വെച്ചപ്പോ, മോനെ നിനക്കറിയില്ലടാ, അഹ്ലുബൈത്തിന് അത് തിന്നാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞ് പിഞ്ചു കുഞ്ഞിന്റെ വായിലേക്ക് കൈകൾ കടത്തി ആ കാരക്ക ചീളുകൾ പുറത്തേക്കെടുത്ത പ്രവാചകന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോ അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറായില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ ഒരുമിച്ച് കൂട്ടുന്നത്, താൻ ജോലി ചെയ്യുന്നിടത്ത്, തൻ്റെ പ്രവർത്തന മേഖലകളിൽ താൻ ഒരുമിച്ച് കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്നത് പരിഗണിക്കാൻ ഇന്ന് മനുഷ്യർക്ക് സമയമില്ല. കിട്ടുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ എൻ്റെ സമ്പത്ത് ഇരട്ടിയാക്കും എന്നിടത്താണ് ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഹലാലിനും ഹറാമിനും സ്ഥാനമില്ല. 10 റിയാല് എങ്ങനെയാണ് എനിക്ക് അധികമുണ്ടാക്കാൻ കഴിയുക? അവിടെ ഞാനുണ്ട്. അവിടെ ദീനിന്റെ താല്പര്യങ്ങൾ എൻ്റെ മുന്നിൽ ഞാൻ ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്. അത്തരത്തിലൊരു സാഹചര്യം പ്രിയപ്പെട്ട സമൂഹമേ,
പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നിലോ നിങ്ങളിലോ ഉണ്ടോ? അത് പോട്ടെ, ഇപ്പോഴേ ഉണ്ടാക്കാൻ കഴിയൂ. ഇവിടെ ജോലി ചെയ്യുമ്പോഴേ നിങ്ങൾ ആലോചിക്കണം, ഇത്ര രൂപ പല രൂപത്തിൽ ചെലവഴിക്കുന്നുണ്ട്. പല കിട്ടുന്ന സമ്പത്തിൻ്റെ, ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ഓഹരി ഇവിടെ തന്നെ പല രൂപത്തിലും ചെലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൽ ഹലാലും ഹറാമൊന്നും നോക്കിയാ ജീവിച്ചു പോകാൻ കഴിയില്ല. കാലാകാലം എല്ലാ കാലവും ഇവിടെ നിൽക്കാൻ പറ്റൂല. എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തിരിച്ചു പോകുന്നതിന് മുമ്പ് പരമാവധി സമ്പാദിക്കണം എന്നതാണ് ചിന്ത. പലപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങൾ, ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, ഈ രൂപത്തിലുള്ള തട്ടിപ്പുകൾക്ക് പലപ്പോഴും ഏതെല്ലാം രൂപത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടോ അവിടെയെല്ലാം മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളാണ്, അതോടൊപ്പം നമ്മുടെ നാട്ടുകാരായ ആളുകളാണ് എന്നുള്ളത് കഴിഞ്ഞ മാസത്തിൽ റിയാദിൽ നിന്ന് നടത്തിയ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിൽ നിന്ന് പുറത്തു വന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ. കൃത്യമായ ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകുന്ന ഈ രാജ്യത്തില് കൃത്രിമമായ ചാരായം വാറ്റുന്ന വലിയ ഒരു ക്രമക്കേട് ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചപ്പോൾ അവിടെയും നമ്മുടെ നാടിൻ്റെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര ഖേദകരമാണ്. എല്ലാ രൂപത്തിലുമുള്ള തട്ടിപ്പുകൾ, അതും മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ. മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്ന് കടന്നു വന്ന മുസ്ലിം സമൂഹത്തിലെ പ്രതിനിധികൾ, മുസ്ലിം കുടുംബത്തിലെ അംഗങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. കോടിക്കണക്കിന് രൂപയുടെ ഈ രൂപത്തിലുള്ള തട്ടിപ്പുകൾ, നിയമലംഘനങ്ങൾ. കാരണം ഞാൻ പറഞ്ഞിടത്താണ് അവർ നിൽക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സമൂഹങ്ങളെ, പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ അടയാളം എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടോ? ഇല്ല. അതിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. നമുക്ക് ദുനിയാവുമില്ല, ആഖിറവുമില്ല. അത് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു വെച്ചതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കണം, വമിൻ അലാമാതി ഹുബ്ബുദ്ദുനിയ അൽ ഹസദ്. രണ്ടാമതായി ഈ ദുനിയാവിനോടുള്ള ഭ്രമത്തിന് ഞാനും നിങ്ങളും അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കും നിങ്ങൾക്കും പരിശോധിക്കാനുള്ള ഒരു പരിശോധനാ മാർഗമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഹസദ്, അസൂയ ഉണ്ടോ എന്നുള്ളത്. എങ്ങനെയാണ് ഈ അസൂയ കടന്നു വരിക? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പല ബന്ധങ്ങളിൽ ഇഴകിച്ചേരുന്ന പലരും പല രൂപത്തിലുള്ള വളർച്ചയാണ് അവിടെ മുന്നിൽ. നമ്മളെക്കാൾ സാലറി ഉണ്ട് അവർക്ക്, നമ്മളെക്കാൾ വലിയ സൗകര്യങ്ങളുണ്ട്. അവർ പല രൂപത്തിലും സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വലിയ കാറ്, അവർക്ക് വലിയ വീട്, അവർക്ക് വലിയ ഫ്ലാറ്റുകൾ, എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളിലേക്കും സംവിധാനങ്ങളിലേക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പതറുക. അവനേക്കാൾ വിദ്യാഭ്യാസമുണ്ട് എനിക്ക്, അവനേക്കാൾ എനിക്ക് സൗന്ദര്യമുണ്ട്, അവനേക്കാൾ എല്ലാ നിലക്കും ഞാനാ മുന്നിലെ. പക്ഷേ അവൻ എന്നെക്കാളും മുകളിലേക്ക് പോയി സാമ്പത്തിക രംഗത്ത്. അതെനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മനസ്സിൽ അസൂയയാണ്. കൂട്ടുകാരനോട്, ബന്ധുവിനോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, അനിയത്തിയോട്, കേവലം എൻ്റെ സ്വന്തം പിതാവിനോട് പോലും എനിക്ക് അസൂയയാണ്. എന്തിൻ്റെ പേരിൽ? ദുനിയാവിൻ്റെ സമ്പത്തിൻ്റെ പേരിൽ. ദുനിയാവിൻ്റെ ഈ പരിമളങ്ങൾക്ക് മുന്നിൽ എനിക്കെൻ്റെ കൂടപ്പിറപ്പുകളോട് പോലും കൃത്യമായ അസൂയ കടന്നു വന്നാൽ, പ്രിയമുള്ള സമൂഹമേ, എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യജ്തമിആനി ഫിൽ ഖൽബിൽ മുഅ്മിനി ഖൽബിൽ അബ്ദി അൽ ഈമാൻ വൽ ഹസദ്. ഒരു അടിമയുടെ, ഏതടിമ? അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്കും അല്ലാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഈമാനും ഹസദും ഒരുമിച്ചുണ്ടാകൂല. ഏതെങ്കിലും ഒന്നിനെ സ്ഥാനമുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ട ഒരു പോയിന്റാ. അഥവാ പ്രവാചകൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു അടിമയുടെ, ഏതടിമ? അള്ളാഹുവിൻ്റെ അടിമയുടെ മനസ്സിൽ ഈമാനിനും ഹസദിനും രണ്ടിനും കൂടി ഒരുമിച്ച് സ്ഥാനമില്ല. ഏതെങ്കിലും ഒന്ന്.
ഏതെങ്കിലും ഒന്നിനാണ് മുഅ്മിനിൻ്റെ മനസ്സിൽ സ്ഥാനം. അഥവാ ഹസദുണ്ടോ ഈമാനിന് സ്ഥാനമില്ല, ഈമാനുണ്ടോ ഹസദിന് സ്ഥാനമില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ. ഇത് നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം, ഇതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൂന്നാമത്തെ പോയിന്റ് എന്തറിയണോ? ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്, വമിൻ അലാമാതി ഹുബ്ബുദ്ദുനിയ കസറത്തുൽ ഹദീസ് അൻഹാ. ദുനിയാവിൻ്റെ ഈ ഭ്രമം, ദുനിയാവിനോടുള്ള അമിതമായ ആവേശം, അധിനിവേശം നമ്മുടെ മനസ്സിൽ സ്ഥാനം കൂടിയിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് തന്നെ സ്വന്തം വിചാരണ നടത്താം. കസറത്തുൽ ഹദീസ് അൻഹാ, അതിനെക്കുറിച്ചുള്ള സംസാരമാണ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. അതിനെക്കുറിച്ചേ നമുക്ക് പറയാനുള്ളൂ. എങ്ങനെ? ഫമൻ അഹബ്ബു ഷൈഅൻ അക്സർ മിൻ ദക്, പ്രവാചകൻ ഇസ്ലാമിക പണ്ഡിതൻ നമ്മൾ പഠിപ്പിക്കുകയാണ്, അവൻ്റെ എല്ലാ വിഷയങ്ങളും, അവൻ്റെ എങ്ങനെ അവൻ പറഞ്ഞാലും അവൻ്റെ വിഷയം ഈ സമ്പത്തിലേക്ക് എത്തും. കാറിനെക്കുറിച്ച്, വീടിനെക്കുറിച്ച്, സ്ഥലത്തെക്കുറിച്ച്, ബിസിനസ്സിനെക്കുറിച്ച്, ഈ നിലക്കായിരിക്കും അവൻ്റെ എല്ലാ രൂപത്തിലുള്ള സംസാരങ്ങളും. എന്തു പറഞ്ഞാലും അവൻ അവിടേക്ക് എത്തിക്കും. ഈ രൂപത്തിലുള്ള പല ആളുകളും, ഞാനും നിങ്ങളും അത്തരത്തിലുള്ള ആളുകളിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കാൻ വേറെ ആൾ വരില്ല. അഥവാ എന്തു പറഞ്ഞാലും ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഈ രൂപത്തിലുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങളും സംസാരിക്കുന്ന വേറൊരു ചിന്തയില്ല. എപ്പോഴും ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് എവിടെ ഇരുന്നാലും ആരെ കണ്ടാലും അവർക്ക് പറയാനുള്ളത്, കച്ചവടത്തെക്കുറിച്ച്. ഇങ്ങനത്തെ ഒരു അവസ്ഥ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കടന്നു വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ദുനിയാവിനോടുള്ള അമിതമായ ശഹവത്ത് നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നുള്ളത്. അതോടൊപ്പം അല്ലാഹുവിന്റെ ഇസ്ലാമിക പണ്ഡിതൻ നമ്മൾ പഠിപ്പിക്കുന്നു, മിൻ അലാമാതി ഹുബ്ബുദ്ദുനിയ, നാലാമതായി ഈ രൂപത്തിലുള്ള ഭൗതികമായ താല്പര്യങ്ങളൊക്കെ നമ്മൾ മനസ്സ് അടിമപ്പെട്ടു പോയോ എന്നതിൻ്റെ ഉദാഹരണം എന്താണ്? അവന് ദുനിയാവിനോട്, നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ, അൽ മുആലാത്തു ഫിൽ ഇഹ്തിമാമി ബി തർഫിഹിൻ നഫ്സ്, അവന് ഈ ഒരു ദുനിയാവിൻ്റെ എല്ലാം, അവൻ്റെ തീറ്റയിലും കുടിയിലും അവൻ്റെ വസ്ത്രത്തിലും അവൻ്റെ താമസത്തിലും അവൻ്റെ ഏതെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങളിൽ അവൻ ഇടപഴകുന്നുവോ അതിനെല്ലാം ഒരു ദുനിയാവിനോടുള്ള ഒരു ഭദ്രത, അതിനോടുള്ളൊരു അമിത ആവേശം അത് അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, 4 കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് പറഞ്ഞത്, ഈ രൂപത്തിലുള്ള ഹലാലും ഹറാമും വേർതിരിക്കാത്ത, അതിനെ പരിഗണിക്കാത്തൊരു അവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സുകളിൽ അസൂയയുണ്ടോ, അഥവാ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ കൂടെയുള്ള ആളുകളോട് ആ രൂപത്തിൽ അസൂയ മനോഭാവം നമ്മളിൽ കടന്നു വരുന്നുണ്ടോ? അതാണാകട്ടെ പെണ്ണാകട്ടെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് പാടുള്ളൂ. അവന് ബാറക്കല്ല എന്ന് പറയാനേ ഒരു മുസ്ലിമിന് പാടുള്ളൂ. അവന് കിട്ടുന്ന സൗകര്യങ്ങളിലും അവന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലും അവൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്ന ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ അവിടെ അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവനെ ആശീർവദിക്കുവാനേ ഒരു മുഅ്മിനിൻ്റെ മനസ്സ് പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു അസൂയ മനോഭാവം എന്നിലേക്കും നിങ്ങളിലേക്കും കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ദുനിയാവിനോടുള്ള അമിതാസക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസാരങ്ങൾ മുഴുവൻ കസ്റത്തുൽ ഹദീസ് അനി ദുനിയ, എന്തു സംസാരങ്ങളും ദുനിയാവിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന, താമസത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും ബിൽഡിങ്ങുകളെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും ഇങ്ങനെ തുടർന്നു പോകുന്ന സംസാരങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻകൈയുള്ളതെങ്കിൽ അവിടെയും അതിൻ്റെ അടയാളങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ ചരിത്രത്തിൽ എത്ര സംഭവങ്ങളാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ സംഭവം, അവര് ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തുകൾ വീതം വെക്കുകയായിരുന്നു. ഈ സമയത്ത് മഹാനായ ഫബക ഉമർ
ഈ സമയത്ത് ഗനീമത്ത് സ്വത്തുകൾ ഇങ്ങനെ വീതം വെക്കുന്നത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ഫബകാ ഉമർ വഹമിദല്ലാഹു അസ്സ വജൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അല്ലാഹുവിനെ സ്തുതിച്ചു. സുമ്മ ദഅന്നാസു ഫജ്തമിഉ. പിന്നീട് ജനങ്ങളെ മുഴുവൻ അദ്ദേഹം വിളിച്ചുകൂട്ടി. എന്നിട്ട് അല്ലാഹുവിൻ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ല, ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ മായബിക്കിക യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ കരയുന്നത്, എന്തിനാ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നറിയണോ? ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ വന്നു കാണുമ്പോ, ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടപ്പോ എൻ്റെ മനസ്സ് വേദനിച്ചത് എന്തെന്നറിയണോ? മാ ഫുതിഹ മിൻ ഹാദിഹി അലാ ഖൗമിൻ ഇല്ലാ സഫഖു ദിമാഉഹും വസ്തഹല്ലു ഹുർമതുഹും. ഇങ്ങനെ ദുനിയാവിൻ്റെ താല്പര്യങ്ങളും ദുനിയാവിൻ്റെ വിഭവങ്ങളും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടാൽ പിന്നെ അവരിലേക്ക് വരുന്നത് പരസ്പരം രക്തം ചിന്തലുകളായിരിക്കും. പിന്നെ അവിടെ ജീവിതത്തിൽ മനുഷ്യജീവനുകൾക്ക് വിലയില്ലാതാവും. കാരണം പിന്നെ അതിനു വേണ്ടിയുള്ളതാകും അവരുടെ ജീവിതം. അതാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയതെന്ന് മഹാനായ ഇസ്ലാമിക ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള വിശ്വാസിനികളെ, ഈ ദുനിയാവ് എത്രത്തോളം തുച്ഛമാണ്, ഈ ദുനിയാവ് എത്രത്തോളം നിസ്സാരമാണ് എന്നുള്ളത് ഈ സംഭവങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് നിസ്സാരമാണ്, അത്രയ്ക്ക് വിലയില്ലാത്തതാണ് ഈ ദുനിയാവ് എന്നുള്ളത് ഞാൻ നമ്മുടെ സംസാരത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് സംസാരിച്ച നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ തന്നെ മതി. ഒരുപക്ഷെ സമ്പാദിച്ചു വെച്ചത് ഹലാലല്ലാത്ത രൂപത്തിൽ ഹറാമിൻ്റെ വഴിയിലായിരിക്കാം. ലക്ഷക്കണക്കിന് രൂപയുടെ കെട്ടുകളുണ്ട് തൻ്റെ വീടിൻ്റെ അലമാരകളിൽ. പക്ഷേ അതിനൊരു വിലയുമില്ല, അതിനൊരു വിലയുമില്ല. അത് വലിച്ചെറിയാനും വയ്യ, എടുത്തു വെക്കാനും വയ്യ, അതിനുപകാരവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തിനാണിത് പറയുന്നതെന്നറിയോ? നാളെ എന്നിലേക്കും നിങ്ങളിലേക്കും ഒരു ദിവസം വരാനുണ്ട്, നമുക്കൊക്കെ ഒരു ദിവസം വരാനുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിൽ കാറുണ്ട്, ഇന്ന് നമ്മുടെ മുമ്പിൽ വാഹനങ്ങളുണ്ട്, എല്ലാ രൂപത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ കൂടെ മക്കളുണ്ട്, നമ്മുടെ കൂടെ ഭാര്യയുണ്ട്, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ നശിച്ചു പോകുന്ന ഒരു സന്ദർഭം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരാനുണ്ട് എന്ന ചിന്തയായിരിക്കണം പ്രിയമുള്ള വിശ്വാസിനികളെ തുടർന്നങ്ങോട്ട് എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് മരണം കടന്നു വരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് കണങ്കാലും കൂടി പിണഞ്ഞു കഴിഞ്ഞാൽ തന്റെ മരണത്തിന്റെ സമയമാണ്, എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടെന്ന് ഓരോരുത്തരും കൊതിച്ചു പോകുന്ന ആ സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. അത്തരത്തിലൊരു സന്ദർഭം, അത്തരത്തിലൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈ തുച്ഛമായ ജീവിതം 50, 60, 70 വയസ്സോ നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അമാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. 60നും 70നും ഇടക്കാണ് എൻ്റെ ഉമ്മത്തിന്റെ പ്രായമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തുച്ഛമായ ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ ദുനിയാവിനേക്കാളേറെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരലോകമായിരിക്കണം. ദുനിയാവിനേക്കാളേറെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആഖിറമായിരിക്കണം. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറ 42-ാമത്തെ അധ്യായം സൂറത്തു ശൂറയുടെ 20-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദുൽ ഹർസദ് ദുനിയ നുഹ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ കാന യുരീദുൽ ഹർസുൽ ആഖിറ, ആരാണ് ആഖിറത്തിലെ കൃഷിയെക്കുറിച്ച്, ആഖിറത്തിലെ വിഭവങ്ങളെക്കുറിച്ച് ആരാണ് ആഗ്രഹിക്കുന്നത്, അവന് നാം അവന്റെ വിഭവങ്ങൾ വർദ്ധിച്ചു കൊടുക്കും, അവനെല്ലാ സൗകര്യങ്ങളും നമ്മൾ ആഖിറത്തിൽ കൊടുക്കും. വമൻ കാന യുരീദു ഹർസദ് ദുനിയ,
ഇനി അതല്ല, ദുനിയാവിന്റെ സുഖലോലുപതകളും ദുനിയാവിന്റെ സൗകര്യങ്ങളുമാണ് ഒരുത്തൻ ആഗ്രഹിക്കുന്നത്, നുഹ്തിഹി മിൻഹാ, അവനെല്ലാ സുഖങ്ങളും അവനെല്ലാ സൗകര്യങ്ങളും അവനെല്ലാ ആഡംബരങ്ങളും ഈ ദുനിയാവിൽ വെച്ച് തന്നെ നാം കൊടുക്കുന്നതാണ്. വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. പക്ഷേ അവർക്ക് ആഖിറത്തിൽ മറ്റൊരു ഓഹരിയില്ല, അവർക്ക് ആഖിറത്തിൽ മറ്റൊരു ഓഹരിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരിമാരെ, ഈ ദുനിയാവിനോട് മാത്രമുള്ള ആർത്തിയും അതിനു വേണ്ടി മാത്രമുള്ള അധ്വാനവും നമ്മൾ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും വിശുദ്ധ ഖുർആൻ 17-ാമത്തെ അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 18-19 വചനങ്ങൾ പഠിപ്പിക്കുന്നു. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ യുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നം യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ വമൻ അറാദൽ ആഖിറ ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, മൻ കാന യുരീദുൽ ആജില, ആരാണ് ഈ ക്ഷണികമായ ദുനിയാവിന്റെ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്, അവർക്ക് നാം എല്ലാം കൊടുക്കുന്നതാണ്. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നീട് നാളെ പരലോകത്ത് അവർ കടന്നു വരുമ്പോൾ അപമാനിക്കപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ടവരായിക്കൊണ്ട് നാം അവരെ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതാണ്. വമൻ അറാദൽ ആഖിറ, ഇനി അതല്ല, ഒരാൾ ആഖിറമാണ് ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയാണ് അവൻ പണിയെടുക്കുന്നത്. വസ്സഅലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവർക്ക് ആഖിറത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സ്വർഗീയമായ ആരാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നതാണ്. ഈ ദുനിയാവ് നമ്മൾ ആഗ്രഹിക്കുന്ന പലപ്പോഴും ഈ തുച്ഛമായ ദുനിയാവാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആയത്തുകളൊക്കെ എത്രയോ തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടതാ. പലപ്പോഴും ഈ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പുച്ഛമായ ഭാവമായി മാറി. ഇതൊക്കെ എത്ര കേട്ടതാ, നമ്മളിതൊക്കെ എത്ര കണ്ടതാ എന്ന ആ ഒരു പുച്ഛമായ മനോഭാവം അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. വമൽ ഹയാത്തിദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഒരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ്. വമൽ മതാഉദ് ദുനിയ ഖലീൽ, ഇത് കുറച്ചേ ഉള്ളൂ. ദുനിയാവിലെ മതാ, ദുനിയാവിലെ വിഭവങ്ങൾ അത് കുറച്ചേ ഉള്ളൂ. അതിനു വേണ്ടി ആഖിറത്ത് നഷ്ടപ്പെടുത്തണ്ട എന്ന് ലോകത്തിന്റെ നാഥൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആം 32-ാമത്തെ വചനം, വമൽ ഹയാത്തിദ് ദുനിയ ഇല്ലാ ലഇബും വലഹ്വ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇല്ലാ ലഇബും വലഹ്വ്, വെറും കളിതമാശകൾ. വസീനത്തുൻ വതഫാഖുർ, നമ്മൾ എത്രയോ തവണ കേട്ട വിശുദ്ധ ഖുർആൻ വെറും പൊങ്ങച്ചെന്നടിക്കല്. സമ്പത്തിന്റെ കാര്യത്തിൽ, മക്കളെ കാര്യത്തിൽ, പെണ്ണുങ്ങളെ കാര്യത്തിൽ, കന്നുകാലികളുടെ കാര്യത്തിൽ വെറും പൊങ്ങച്ചെന്നടിക്കലും വെറും കളിതമാശയുമാണ് ഈ ദുനിയാവ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തേ ഇപ്പം ഇതിനൊക്കെ നമുക്ക് കിട്ടുന്നത്? ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ പകുതിയിലേറെ കാലം പ്രവാസ ലോകത്ത് ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ഇല്ലേ? നമ്മളൊക്കെ പറയുന്നത് ആ കുടുംബത്തിന് വേണ്ടി. അവസാനം ഗതിയില്ല, ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല, എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയി. പിന്നെ വിലയില്ല അല്ലേ? കറവ മുട്ടിയ പശുവിൻ്റെ വില പോലും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു. ഏത്? ദുനിയാവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച നമ്മളവസ്ഥ. അതിനു വേണ്ടിയാണ് ഫർള് നമസ്കാരങ്ങൾ നമ്മൾ ഒഴിവാക്കിയത്. അതിനു വേണ്ടിയാണ് ഈ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട പലതും നമ്മൾ മാറ്റിവെച്ചത്. എന്ത്? ആ സമയവും കൂടി ജോലി ചെയ്താൽ, ആ സമയം കൂടി ഞാൻ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ എനിക്കത്ര കൂടി റിയാൽ ഏറെ കിട്ടും അല്ലേ? അതിനു വേണ്ടിയാ നിസ്കാരം ഒഴിവാക്കിയത്. അതിനു വേണ്ടിയാ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത്. കാരണം എന്താ? നാളെ ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് രാത്രി ക്ലാസ്സിന് വന്നാൽ നാളെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂല. ഈ രൂപത്തിൽ ഈ ദുനിയാവിന്റെ താല്പര്യങ്ങൾ അത് പലപ്പോഴും ആഖിറത്തിലേക്കുള്ള പണിയെടുക്കുന്നതിന് വേണ്ടി നമ്മളെ പുറകോട്ട് വലിച്ചു. പക്ഷേ പലപ്പോഴും അതിൻ്റെ തിക്തഫലങ്ങൾ എത്രയോ 10,000-കണക്കിന് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ തന്നെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാടുകളിൽ നമ്മുടെ കൺമുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ദുനിയാവിന് വേണ്ടി ഓടിയതിൻ്റെ തിക്തഫലം ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, കുടുംബക്കാർക്ക് വേണ്ട, ആർക്കും വേണ്ട. ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. വർഷങ്ങളോളം പ്രവാസ ജീവിതത്തിൽ എല്ലാം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ചോര നീരാക്കി അധ്വാനിച്ചു. 20-30 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ ബാക്കിയുള്ളത് പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും യൂറിക് ആസിഡും ഇങ്ങനെ തുടങ്ങുന്ന രോഗങ്ങളുടെ മാലകളാണ് നമ്മുടെ കൂടെയുള്ളത്. അവസാനം കിഡ്നി പോയി, ക്യാൻസറായി. ഒന്ന് ഡയാലിസിസ് ചെയ്യാൻ 4 മണിക്കൂർ ആശുപത്രിയിൽ പോലും കൂട്ടിരിക്കാൻ കൂട്ടരില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, ഉണ്ടായിട്ടും ആരും കൂടെ വരാത്ത എത്രയോ ആളുകളെ കേരളത്തിന്റെ ആശുപത്രി വരാന്തകളിൽ, ഡയാലിസിസ് സെന്ററുകളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ 4000-5000 മുടക്കി സ്വയം വാഹനമോടിച്ച്, സ്വന്തം വർഷങ്ങളായി കിഡ്നി രോഗം ബാധിച്ച് 2-3 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിലേക്ക് 4 മണിക്കൂർ ഡയാലിസിസ് ചെയ്യുന്ന സമയം കൂട്ടിരിക്കാൻ പോലും ആളില്ല. സ്വന്തമായി വാഹനം ഓടിച്ച് ആശുപത്രിയിൽ പോയി 4 മണിക്കൂർ ഡയാലിസിസും ചെയ്ത് തിരിച്ച് ക്ഷീണിച്ചവശനായി തൻ്റെ സ്വന്തം വാഹനം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ, പ്രവാസം അവസാനിപ്പിച്ച മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എത്രയോ എണ്ണം. ആലോചിച്ച് നോക്ക്. ദുനിയാവിന് വേണ്ടി ഓടി പലതും നഷ്ടപ്പെട്ടു. ആരോഗ്യമില്ല, പക്ഷേ ആഖിറം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മളെ കുറിച്ച്, അല്ലേ? വെറും വഞ്ചിക്കുന്ന വിഭവങ്ങളാണോടോ. എത്രയോ ആയത്തുകൾ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മളെ പഠിപ്പിച്ചു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസ്, ഒരു സംഭവം നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആട്ടിൻകുട്ടിയൊക്കെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടി ചോദിച്ചു, ഇതാരും ഒരു ദിർഹമിന് വാങ്ങാം, അല്ലേ? ചത്ത ആട്ടിൻകുട്ടിനെ കണ്ടപ്പോൾ നബി ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇതാരെങ്കിലും വാങ്ങും ഒരു ദിർഹമിന്? സ്വഹാബികൾ ചോദിച്ചു, എന്ത് വർത്താന നബി ഞങ്ങൾ പറയുന്നത്? അതിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങുമായിരുന്നു, ആ ചത്ത ആടുംകുട്ടിനെ വാങ്ങിയിട്ട് എന്തേ കാര്യം? ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ചത്ത ആടിനേക്കാൾ നിസ്സാരമാണോ ദുനിയാവ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ആലോചിച്ചു നോക്കി, എത്ര സംഭവങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ ദുനിയാവിന്റെ വിഭവങ്ങളിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ നിങ്ങൾ കണ്ണഞ്ചി പോകല്ലേ എന്ന് തന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാ നിലക്കുമുള്ള അധ്യാപനങ്ങൾ നൽകിയിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയത്. വൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറും മിൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. എത്ര ആയത്തുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ ദുനിയാവിലെ അലങ്കാരങ്ങളും അനുഗ്രഹങ്ങളും പരിധി വിടാതെ അനുഭവിക്കുമ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ, ശാശ്വതമായ പരലോകത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കി വെക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം അല്ലാഹു പറയുന്നു, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കളും സന്താനങ്ങളും സമ്പത്തും അതൊക്കെ ദുനിയാവിന്റെ വെറും ആഡംബരങ്ങളാണ്, ദുനിയാവിന്റെ വെറും നിശ്ചലമായ ചില സംഭവങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് ബാക്കിയാകുന്നത് അമലുകൾ മാത്രമാണ്. അതാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ദർഹും യഅകുലൂന വയതമത്തഊന വയലഹുമുൽ അമൽ ഫസൗഫ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹിജ്റിന്റെ 3-ാമത്തെ വചനത്തിൽ, അവരെ വിട്ടേക്ക്, അവർ തിന്നുകൊള്ളട്ടെ, അവർ ദുനിയാവിന്റെ സുഖലോലുപതകളിൽ അവർ ജീവിച്ചു പോയിക്കോട്ടെ. വയൽഹിഹുമുൽ അമലു ഫസൗഫ യഅലമൂൻ. അവർ വൈകാതെ അറിയുക തന്നെ ചെയ്യും. ഇതൊന്നും
ഒന്നുമല്ലായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അവർ വൈകാതെ അറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി പറയുന്നു, സബിയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ലൗ കാന ലിഇബ്നി ആദമ വാദിയൻ മിൻ മാലിൻ ലബ്തഈ സലാസ വലാ യംലഉൽ ജൗഫ് ഇബ്നി ആദം ഇല്ല തുറാബ് വയതൂബു അല്ലാഹു അലാ മൻ താബ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, എത്രയോ തവണ എത്രയോ ക്ലാസുകളിൽ എത്രയോ പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ട പ്രവാചകന്റെ ഹദീസ്, യഖൂൽ ഇബ്നു ആദമ മാലി മാലി, ആദമിന്റെ സന്തതികൾ എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലൗ കാന ലി ഇബ്നി ആദമ വാദിയം മിനൽ ദഹബ്, ആദമിന്റെ സന്തതിക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടെങ്കിൽ, സ്വർണത്തിന്റെ ഒരു താഴ്വരയാണ് അവന്റെ മുമ്പിൽ ദുനിയാവിന്റെ സമ്പത്തായിട്ടുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് 2 എണ്ണമാകണമെന്ന്. അത് 2 എണ്ണമായിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നു, 2 എണ്ണമുണ്ടെങ്കിൽ അത് 3 എണ്ണമാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യംലഉ ജൗഫു ഇബ്നി ആദമ ഇല്ല തുറാബ്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും അവന്റെ വായ നിറക്കാൻ മണ്ണുകൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അവന്റെ വാ നിറക്കാൻ മണ്ണുകൊണ്ടേ സാധിക്കൂ. എന്തേ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മരണത്തോടു കൂടി മാത്രമേ അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ. ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. രാജഭരണകാലത്ത് ഒരു സാധാരണക്കാരനായ അടിമ രാജാവിനോട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു സ്ഥലമൊന്നുമില്ല, എനിക്ക് വീട് വെക്കാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ഥലം അനുവദിച്ചു തരണം. രാജാവിൻ്റെ കൽപ്പന എന്തായിരുന്നു? നീ ഇപ്പോൾ നടന്നിട്ട് എത്രത്തോളം എനിക്ക് നടക്കാൻ കഴിയോ അത്രയും സ്ഥലം ഇവിടെ മുതൽ നിനക്ക് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ നടക്കാൻ തുടങ്ങി. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാണ്ട് എത്ര ദൂരം തന്നെ കൊണ്ട് നടക്കാൻ കഴിയുമോ അത്രത്തോളം അയാൾ ദൂരം നടന്നു. അവസാനം തളർന്ന അവശനായി മരിച്ചു വീണു. 6 അടി മണ്ണ് അയാൾക്ക് കിട്ടി. ഒരു കഥയാണെങ്കിലും ഇതിൽ നിന്നുള്ള ഗുണപാഠം നമ്മളിലേക്ക് ഉണ്ടാകണം, അല്ലേ? ഒന്നുമില്ല, ഒരു വീട് വെക്കാൻ അല്പം സ്ഥലം ചോദിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, നടന്നിട്ട് എന്നെ കൊണ്ട് എത്ര നടക്കാൻ കഴിയോ അത്രയും സ്ഥലം നിനക്കെടുക്കാം. ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് നടന്നു. അവസാനം 6 അടി മണ്ണാണ് കിട്ടിയത്. മരിച്ചു മറമാടാനുള്ള 6 അടി മണ്ണിന് മാത്രം അയാൾ അവകാശിയായി. ഇതല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആദമിന്റെ സന്തതികളുടെ ഈ ത്വര, ദുനിയാവിനോടുള്ള അധിനിവേശം, അത് നിർത്താൻ, അതിനൊരു പരിസമാപ്തി കുറിക്കാൻ മണ്ണുകൊണ്ടല്ലാതെ കഴിയില്ല. അഥവാ മരിച്ചു മണ്ണിലേക്ക് വെക്കപ്പെടാതെ അവന്റെ ആസക്തിക്ക് ഒരു കുറവ് വരില്ല, അത് അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പഠിപ്പിച്ചില്ലേ? യഖൂലു ഇബ്നു ആദമ മാലി മാലി. ആദമിന്റെ സന്തതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഹൽ മിൻ മാലിക, അല്ലയോ മനുഷ്യരെ, നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്കെന്താണുള്ളത്? നീ തിന്നത്, നീ തിന്ന് ദ്രവിച്ചത്, നീ തിന്ന് ദ്രവിച്ചു പോയത്, അതോടൊപ്പം നീ ഉടുത്തു ദ്രവിച്ചത്, നീ കൊടുത്തു വാങ്ങിയത്. 3 കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 1, തിന്ന് നശിച്ചു പോയത്. അത് നമുക്ക് നമ്മുടേതാണെന്ന് പറയാം. ഞാൻ തിന്നത് അതെന്റെ ശരീരത്തിലെത്തി അത് വേസ്റ്റായി തള്ളിക്കളഞ്ഞാൽ അവിടെ നമുക്ക് പറയാം അതെൻ്റെതാണെന്ന്. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ധരിച്ചു നുരുമ്പിയത് അതും നിനക്ക് നിന്റേതാണെന്ന് പറയാം. ഈ ധരിച്ച ഈ വസ്ത്രം പോലും എന്റേതാണ്, നമ്മുടേതാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ട്? ഇന്നെന്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ റൂഹ് വിട പറഞ്ഞു പോയാൽ ഇത് നാളെ മറ്റൊരാളുടേതായി മാറും. എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ അതാ, അല്ലേ? നമ്മൾ ധരിച്ച വസ്ത്രം പോലും മറ്റൊരാളുടേതായി മാറും. നമ്മൾ ഉപയോഗിച്ച ഫോണ് വേറൊരാളുടേതായി മാറും, അല്ലേ? എൻ്റെ ഫോണ് ഇത്ര ബദ്ധമായിട്ട് അതിൻ്റെ സ്ക്രീനിൽ ഒരു വര വീകുന്നത് പോലും എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും. എൻ്റെ വാഹനം
എൻ്റെ വാഹനത്തിൽ കുട്ടികൾ ആരെങ്കിലും ഒരു കല്ലുകൊണ്ടോ മറ്റോ വരക്കുന്നത്, എൻ്റെ കാറ് എനിക്കെത്ര വിലയേറിയതാ, ഞാനത് ശ്രദ്ധിക്കും. എൻ്റെ വീട് മനോഹരമായി പെയിന്റ് അടിച്ച എൻ്റെ വീട്ടിൽ എൻ്റെ ചുമരിന് പോലും അതിൽ ചളിയാകുന്നത്, അതിലൊരു വര വീഴുന്നത് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും. പക്ഷേ ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ വസ്ത്രം വേറൊരാളുടേതായി മാറും, എൻ്റെ വാഹനം മറ്റൊരാളുടേതായി മാറും, എൻ്റെ ഫോണ് എൻ്റെ മറ്റ് അഹലുകാർ ഉപയോഗിക്കും, എൻ്റെ വീട് എൻ്റെതല്ലാതായി മാറും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ധരിച്ചു നുരുമ്പിയത്, ധരിച്ചതല്ല ധരിച്ചു നുരുമ്പിയത്. എൻ്റെ ഈ വസ്ത്രം ധരിച്ച് 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 അതിൻ്റെ നൂലുഴകൾ ഇനി എൻ്റെ ശരീരത്തിൽ ധരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നുരുമ്പിപ്പോയി, അത് വേറൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനെ അവസ്ഥയിലേക്ക് എൻ്റെ വസ്ത്രം എത്തിക്കഴിഞ്ഞാൽ അത് ചൂണ്ടിയിട്ട് എനിക്ക് പറയാം അതെൻ്റെതാണ്, അതെൻ്റെതായിരുന്നു എന്ന് പറയാം. മറിച്ച് ഇപ്പോൾ ധരിച്ച എൻ്റെ വസ്ത്രം പോലും എൻ്റെതാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. മൂന്നാമത്, എൻ്റെതെന്ന് പറയാൻ എനിക്കവകാശം, നമുക്കവകാശം ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ കാര്യം സ്വതക്ക കൊടുത്ത് നേടിയതാണ്. സ്വതക്ക കൊടുത്തത് അത് നമുക്ക് പറയാം എൻ്റെതാണ്, ഞാൻ കൊടുത്തതാണ്, പറയാൻ പാടില്ല. പക്ഷേ ഇവിടെ അത് എൻ്റെതാണ്, ഞാൻ കൊടുത്ത് വാങ്ങിയതാണ്, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ കൊടുത്ത് ആഖിറം ഞാൻ വാങ്ങിയതാണ് എന്ന് പറയാം. അതല്ലാത്ത മറ്റൊന്നിനെക്കുറിച്ചും എൻ്റെതാണെന്ന് പറയാൻ നമുക്കവകാശമില്ല, നമുക്കർഹതയില്ല എന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നെ എന്താണ് ഈ ദുനിയാവിൽ നമുക്ക് ബാക്കിയുള്ളത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നാളെ റബ്ബിന്റെ പരലോകത്ത് നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ആ ഒരു സമയം വരുമ്പോൾ, വിലയില്ലാത്ത നോട്ടുകെട്ടുകളെ പോലെ നമ്മുടെ നന്മയുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയാൽ ഇല്ല, അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയുടെ 12, 13, 14 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായിട്ടാ പഠിപ്പിക്കുന്നത്. നാളെ പരലോകത്ത് കുറ്റവാളികളായ ആളുകൾ റബ്ബിന്റെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുകയാണ്. നാകിസൂ റൂസിഹിം, അവരുടെ തലകൾ താന്നുപോയിട്ടുണ്ട്, അവിടെ കഴുത്ത് നഷ്ടബോധം കൊണ്ട് താന്നുപോയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ. അല്ലാഹുവേ, ഇതാ നീ ഇഹലോകത്ത് വെച്ച് നിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പഠിപ്പിച്ചതിതാ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ് റബ്ബേ, ഞങ്ങൾ ഇതെന്ന് അനുഭവിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഞങ്ങൾ ദുനിയാവിന്റെ പിറകെയായിരുന്നു, അതിന്റെ താല്പര്യങ്ങളായിരുന്നു ഞങ്ങൾ പോയത് റബ്ബേ. അതുകൊണ്ട് റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ, ഞങ്ങൾക്കൊരവസരം കൂടി നൽകണേ നാദാ. ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയാൽ ഞങ്ങൾ കുറച്ചുകൂടി അമൽ സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് തിരിച്ചു വരാം നാദാ, അതിന് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ നാദാ എന്ന് മനുഷ്യർ, കുറ്റവാളികളായ ആളുകൾ നാളെ പരലോകത്ത് വെച്ച് റബ്ബിന്റെ ലോകത്തിന്റെ നാഥനോട് സംസാരിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനം പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ. അവര് ആ പരലോകത്ത് കിടന്ന് അങ്ങനെ വെപ്രാളം കൊള്ളുകയാണ്. പേടി വന്നു അല്ലേ? ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ നമ്മൾ പിടിക്കപ്പെട്ടാൽ, ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലോ അധികാരികളടുത്ത് ചെത്തിക്കഴിഞ്ഞാൽ അല്ലേ, ആ അവസ്ഥ നമുക്കറിയാം. നമ്മൾ കുറ്റവാളിയാണോ,
നമ്മുടെ തല സ്വാഭാവികമായും താന്നു പോകും. ചെറിയ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മക്കള്, വീട്ടിലുള്ള ചെറിയ മക്കള് എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത്, നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞ കുരുത്തക്കേട് ചെയ്തിട്ട് നമ്മളെ മുമ്പിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തല താന്നിരിക്കും, അവിടെ മുഖത്തത് പറയും. അതല്ല, അവർ കുറ്റവാളിയല്ലെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഞാനത് ചെയ്തിട്ടില്ല ഉമ്മ, ഞാനത് ചെയ്തിട്ടില്ല ഉപ്പ, ഞാനത് ചെയ്തിട്ടില്ല ഉസ്താദേ എന്ന് നിഷ്കളങ്കമായ ഭാവത്തിൽ നമ്മുടെ മക്കൾ നമ്മളോട് പറയില്ലേ? എങ്കിൽ നാളെ കുറ്റവാളികളായിക്കൊണ്ടാണോ റബ്ബിന്റെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നെങ്കിൽ നമ്മൾ റബ്ബിനോട് പറയും, ഞങ്ങളൊന്ന് മടക്കിക്കൊണ്ട നാഥാ, ഞങ്ങൾ കുറച്ചുകൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. വേണ്ട, അതിനു മുമ്പ് തന്നെ ഈ ഒരു അവസ്ഥ വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട്. ഏത്? മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഈ വർത്താനം പറയും അല്ലേ? അല്ലാ, ഒന്ന് വിട്ടുകൊണ്ടോ, ഒന്നുകൂടി നീട്ടിക്കൊണ്ടോ. ആ സമയത്ത് ലോകത്തിന്റെ നാഥൻ പറയുന്നൊരു വർത്തമാനമുണ്ട്, വേണ്ട മലക്കുകളെ, അവൻ അതും പറയും, അതിലപ്പുറവും പറയും. നിങ്ങൾ അവനെ വിട്ടേക്ക്, ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തിയാക്ക്. ഏത്? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു വെറും വർത്തമാനമാണ്. അവൻ അതും പറയും, അതിലപ്പുറവും പറയും. ഏത്? മരണമാസന്നമാകുന്ന സമയത്ത് അള്ളാഹുവിനോട് കെഞ്ചുന്ന കാര്യം ഒന്ന് നീട്ടിക്കിട്ടാൻ. അപ്പൊ പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എത്രയെത്ര താക്കീതുകളാണ്, എത്രയെത്ര ഉത്ബോധനങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ തന്നെ ഈ കാര്യങ്ങളിൽ പ്രിയമുള്ള സമൂഹങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും ഖുർആനിൻ്റെ ആളുകളായിട്ട്, സുന്നത്തിൻ്റെ ആളുകളായിട്ട് ഇനിയും ഇത് ചിന്തിക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകോട്ടു പോയാൽ, ഇനിയും അക്കാര്യത്തിൽ നമ്മൾ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടക്കാരായി ഞാനും നിങ്ങളും മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലേ? എത്ര തോട്ടക്കാരുടെ കഥകൾ, അസ്ഹാബുൽ കഹ്ഫിന്റെ കഥകൾ എല്ലാം നമുക്ക് വേണ്ടി ലോകത്തിന്റെ രക്ഷിതാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ദുനിയാവെന്താ, ദുനിയാവിന്റെ വിഭവങ്ങൾ എന്താ, എല്ലാം പഠിപ്പിച്ചു. പക്ഷേ പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആലോചിച്ചു നോക്ക്. وَلِرِبْ لَهُمْ مَثَلًا رَجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ وَجَعَلْنَا بَيْنَهُمَا زَرْعًا. ഇന്ന് ജുമുഅയുടെ സമയത്ത് പോലും നമ്മൾ ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിന്റെ വചനം. അല്ലാഹ് പറയാ, രണ്ട് തോട്ടക്കാരുടെ കഥ നമുക്ക് പഠിപ്പിച്ചു തരാം. ഒരു തോട്ടക്കാരന് നല്ല തോട്ടത്തിൽ സമ്പൽ സമൃദ്ധി കൊടുത്തു, അല്ലാഹ് എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. അപ്പം അഹങ്കരിച്ചു, ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാ, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് സ്വയം അഹങ്കരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോഴോ قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. അപ്പോ കൂട്ടുകാരൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്, നിന്നെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബനെയാണോ നീ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് തള്ളിപ്പളയുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളെ ഉത്ബോധിച്ച സമയത്ത് അയാളത് തള്ളിക്കളഞ്ഞു. അവസാനം അയാളുടെ തോട്ടങ്ങൾ കീഴ്മേൽ മറിക്കപ്പെടുകയും ദുനിയാവിയായ അയാളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ സംഭവം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് ഫഅസാ റബ്ബി അൻ യുഅ്തിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനൻ മിനസ് സമാ ഫതുസ്ബിഹ സഈദൻ സൽഖാ ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു തലബാ. വിശുദ്ധ ഖുർആൻ അങ്ങനെ ആവർത്തിച്ചിട്ട് പറഞ്ഞ് അവസാനം സൂറത്തുൽ കഹ്ഫിന്റെ 45-ാമത്തെ വചനത്തിൽ പറയുന്നു, വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. وضرب لهم مثل الحياة الدنيا.
ഈ ദുനിയാവിന്റെ ഐഹികമായ ദുനിയാവിന്റെ ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്ക്. എന്താണ്? കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തു നിന്ന് വീഴുന്ന മഴവെള്ളങ്ങൾ പോലെയാണ്. ഫഖ്തലത ബിഹി നബാത്തുൽ അർള്, ആ മഴവെള്ളങ്ങൾ നേരക്കാലം മഴയില്ലാതെ വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് മഴവെള്ളങ്ങൾ വീണു പോകുമ്പോൾ അതിൽ നിന്ന് പിറ്റേ ദിവസം ചെറിയ ചെറിയ ചെടികൾ, ചെറിയ ചെറിയ പുൽച്ചെടികൾ മുളച്ചു വന്നും. പക്ഷേ നല്ലൊരു കാറ്റ് വന്നാൽ അവ തകർന്നു പോകുന്നത് പോലെയാണ് ഈ ദുനിയാവിലെ വിഭവങ്ങളെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കേണ്ടവരല്ല നമ്മൾ. ഈ ദുനിയാവിലേക്ക് മാത്രം നമ്മളെ താല്പര്യങ്ങളെ ചുരുക്കി പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് നാളെ റബ്ബിന്റെ മുന്നിൽ തല ഉയർത്തിക്കൊണ്ട് സ്വർഗം സ്വപ്നം കണ്ടുകൊണ്ട് നന്മയുടെ തുലാസിൽ കനം തൂങ്ങുമെന്ന് ഉറപ്പുണ്ടായിക്കൊണ്ട് ഇഹലോകത്തു നിന്നും അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് മരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അതാകണം നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്ക് നടന്നതിനിടക്ക്, ആ നടന്നു പോകുന്നതിനിടക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ മാത്രമുള്ളതായിരിക്കണം നമ്മളെ ദുനിയാവിക ചിന്തകൾ. അപ്പോഴേ നമ്മളെ പരലോകം നമുക്ക് കിട്ടുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കേവലം ദുനിയാവിലേക്ക് മാത്രം നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മുടെ ആഖിറം നമുക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, യാതൊരു ചർച്ചയും നമുക്ക് ആ കാര്യത്തിൽ പിന്നീട് വേണ്ടയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ എത്രയോ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവ വികാസങ്ങളിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, അധ്വാനിച്ചുണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് വിലയില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമലുകളും ബാത്തിലായി പോകുന്ന ഏറ്റവും നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഞാൻ നഷ്ടക്കാരനായി പോകുന്ന അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കുക. നമ്മൾ ആഖിറത്തിലേക്ക് വിഭവങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ കൃത്യത പുലർത്തുക. നമസ്കാരമാകട്ടെ, ഖുർആൻ പാരായണങ്ങളാകട്ടെ, ദീനിൻ്റെ സദസ്സുകളാകട്ടെ, സക്കാത്ത്, സ്വതക്ക, എന്തെല്ലാം ഈ ദുനിയാവിൽ നമ്മളെ കൊണ്ട് കഴിയുമോ ആ രൂപത്തിൽ നമ്മൾ പരമാവധി മുന്നേറുക. എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറുകൂട്ടരെ ഭയാനകമായ നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗീയ ആരാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അള്ളാഹു ആ അനുഗ്രഹം നമുക്കും നമ്മളെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണം നാഥ. അള്ളാഹുവേ, ദുനിയാവിലെ ഏത് നഷ്ടങ്ങളും ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ് റബ്ബേ. പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി പ്രയാസപ്പെടുത്തല്ല നാഥ. നാളെ നിന്റെ ഭയാനകമായ ആ പരലോകത്ത് നിന്റെ മഹ്ശറാസഭയിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ ഭാര്യയുടെ കൈപിടിച്ച്, മക്കളുടെ കൈപിടിച്ച് കുടുംബത്തോടൊപ്പം സ്വർഗീയ ആരാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.